എക്സസൈസ് 7.4 നമ്മളൊരു 6 ഇൻ്റഗ്രൽ ഫോംസ് പഠിക്കാനുണ്ട്. അതായത് എക്സ് സ്ക്വയർ എ സ്ക്വയറിൻ്റെയും ഫോമിലുള്ള 6 എണ്ണം. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. പിന്നെ ഈ 3 എണ്ണം തന്നെ റൂട്ടിൽ വരുന്നതാണ് അടുത്തത്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അതിൽ ഈ 3-മത്തും 5-മത്തും നമുക്ക് പഠിക്കാൻ ഇത്തിരി എളുപ്പമുണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡിഫറൻസിയേഷൻ ആണ് എന്ത് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഈ 1ന് പകരം എ വന്നിരിക്കുന്നു എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. അതുപോലെ ഈ 5-മത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡിഫറൻസിയേഷൻ അറിയാമല്ലോ, 1/√1 മൈനസ് എക്സ് സ്ക്വയർ. ഈ 1ന്റെ സ്ഥാനത്ത് എ വന്നിരിക്കുന്നു. അപ്പോൾ ഇന്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. പിന്നെ രണ്ടേ വരുന്ന ബാക്കി 4 എണ്ണം ഉണ്ട്. അത് ലോഗ് ഫംഗ്ഷൻസിന്റെ ആയിട്ടാണ് വരുന്നത്. അത് 4 എല്ലാം പഠിച്ചു വെച്ചിരുന്നേ പറ്റും, എന്നാലേ നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്യേണ്ട മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ 2 സ്ക്വയേഴ്സ് ആക്കി പ്ലസോ മൈനസോ അല്ലെങ്കിൽ റൂട്ടിലോ ആക്കി എഴുതി വേണം നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. നമുക്ക് തരുന്ന മിക്ക ക്വസ്റ്റ്യൻസും ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് ഫോമിലായിരിക്കും. അതായത് ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ 2 ടേമിന്റെ സ്ക്വയർ ആക്കി മാറ്റണം. അതായത് പെർഫെക്റ്റ് സ്ക്വയറിംഗ് മെത്തേഡ് എന്ന് പറയും. അതിന് ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ എക്സിന്റെ കോയിഫിഷ്യന്റ് വരുന്ന ടേം ഉണ്ടല്ലോ, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ വെച്ച് ആഡ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും ചെയ്താൽ ഇതിനെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയറിംഗ് ആക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ഈ ഒരു ഇക്വേഷൻ തന്നെ ഞാൻ പറയാം. ഇപ്പോൾ ഇതിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്. 2ന്റെ പകുതി അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x അത്രേ എഴുതുക. പിന്നെ അതിൻ്റെ ഹാഫ് എത്രയാ 1. 1ന്റെ സ്ക്വയർ ആഡ് ചെയ്യുക മൈനസ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് വരുന്ന ആ കോൺസ്റ്റന്റ് ടേം അതേപോലെ എഴുതുക. ഇത് ഇത്രയും നമുക്ക് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് -1 പ്ലസ് 1 ഈ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 3x² ബൈ x⁻6 പ്ലസ് 1 dx. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ എ സ്ക്വയർ ഫോമിലാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതിനകത്ത് എക്സിന്റെ ടേം ഒന്നുമില്ല, x⁻6ഉം 1 ഉള്ളൂ. അപ്പോൾ ഈ x⁻6നെ നമ്മൾ എന്തിനെങ്കിലും സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റുമല്ലോ. അതായത് x³ ദ ഹോൾ സ്ക്വയർ ആണ് x⁻6. അപ്പോൾ x³ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1നെ 1 സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഈ x³ ഡെറിവേറ്റീവ് ആണ് എന്ത് ന്യൂമറേറ്റർ കിടക്കുന്ന 3x² dx എന്നുള്ളത്. അപ്പോൾ നമുക്ക് x³ t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പോൾ dt ബൈ dx ഈക്വൽ ടു 3x² dx എന്ന് പറയുന്നത് dt. അപ്പോൾ ക്വസ്റ്റ്യനിൽ x³ പ്ലേസിൽ t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 3x² dxന് പകരം dt എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമ്മൾ പഠിച്ച ഒരു ഫോം ഉണ്ടല്ലോ, ഇന്റഗ്രൽ 1/x² പ്ലസ് a² dx. ആ ഫോമിലാണ് ഇത് കിടക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് t വന്നതേ ഉള്ളൂ. അപ്പോൾ എക്സിന്റെ പ്ലേസിലെല്ലാം t എഴുതിയാൽ മതി. അതിൻ്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് 1/a എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ സ്ഥാനത്ത് t കിടക്കുന്നു, t/1 എന്ന് വരും പ്ലസ് സി. ഇവിടെ ടിയുടെ സ്ഥാനത്ത് നമുക്ക് എന്തായാലും കിടക്കുന്ന x³ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് x³ പ്ലസ് സി. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇന്റഗ്രൽ 1/√1 പ്ലസ് 4x². ഇവിടെ 1നെ 1 സ്ക്വയർ എന്ന് എഴുതാം, 4x²നെ 2x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഏത് ഫോമായി ഇന്റഗ്രൽ 1/√a² പ്ലസ് x² ഫോമായി. ഇനി നമ്മൾ 2x എന്ന് പറയുന്ന t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ 2x dx ഈക്വൽ ടു dt എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ dx ഉള്ളൂ. അപ്പോൾ dx ഈക്വൽ ടു dt/2. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റഗ്രൽ 1/√1 പ്ലസ് t² ഇൻറ്റു dt/2. ഇതെന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ്റെ ആ ഒരു ഫോം പഠിച്ചു വെച്ചിരുന്നാൽ പെട്ടെന്ന് എഴുതാൻ പറ്റും. 1/√a² പ്ലസ് x² എന്ന് പറയുന്നത് ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് a² പ്ലസ് x² പ്ലസ് c എന്നാണ്. ഇവിടെ എക്സിന്റെ പ്ലേസിൽ t കിടക്കുന്നതുകൊണ്ട്
ലോഗ് ടി പ്ലസ് 1 റൂട്ട് 1 പ്ലസ് ടി സ്ക്വയർ പ്ലസ് സി. ഈ 1/2 എന്ന് പറയുന്നത് ഡി ടി ബൈ 2 ഇൻറ്റു 2 ആണ്. ഈ 1/2 ആൻസർ 1/2 ഇൻറ്റു ലോഗ് മോഡ് ടിയുടെ സ്ഥാനത്ത് 2x ഹോൾ സ്ക്വയർ ഇവിടെ എഴുതുക. ആൻസർ 1/2 ലോഗ് മോഡ് 2x പ്ലസ് റൂട്ട് 1 പ്ലസ് 4x സ്ക്വയർ പ്ലസ് സി. Question number 3. Integral 1 by root 2 minus x the whole square plus 1 dx. ഇവിടെ നമുക്ക് രണ്ട് സ്ക്വയേഴ്സ് ആയിട്ടാണ് കിടക്കുന്നത്. അതായത് 2 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നും 1 സ്ക്വയർ എന്നും എടുക്കാം. അപ്പോൾ 2 മൈനസ് എക്സിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി, ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡി ടി. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ മൈനസ് ഡി ടി ബൈ റൂട്ട് ടി സ്ക്വയർ പ്ലസ് 1 ഇതെന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ 1 ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഫോമാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രേഷൻ അറിയാമല്ലോ നമുക്ക്. ലോഗ് മോഡ് ടി പ്ലസ് റൂട്ട് ടി സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി. ഇവിടെ ടിയുടെ പ്ലേസിൽ 2 മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ഇവിടെ മൈനസ് ലോഗാണ് കിടക്കുന്നത്. അതായത് മൈനസ് പറയുമ്പോൾ അതിന് മുന്നേ ഒരു 0 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 0 എന്ന് പറയുന്നത് എങ്ങനെ എഴുതും? ലോഗ് 1 മൈനസ് ലോഗ് മോഡ് 2x പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 5. അതായത് നമുക്ക് 2 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അതല്ല ഇവിടം വരെ എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനെ സോൾവ് ചെയ്തിട്ട് ലോഗ് 1 മൈനസ് ലോഗ് 2 മൈനസ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 5 പ്ലസ് സി എന്ന് എഴുതുക. അപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബൈ ബി ആയിരിക്കും. അപ്പോൾ ലോഗ് 1 മൈനസ് ഈ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ലോഗ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 5 പ്ലസ് സി. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇൻറ്റഗ്രൽ 1 ബൈ റൂട്ട് 9 മൈനസ് 25x സ്ക്വയർ ഡി എക്സ്. ഇതിനെ നമുക്ക് രണ്ട് സ്ക്വയേഴ്സ് ആയിട്ട് എഴുതാം. അതായത് 3യുടെ സ്ക്വയർ ആണ് 9, 5x ഹോൾ സ്ക്വയർ ആണ് 25x സ്ക്വയർ. എന്നിട്ട് 5xന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 dx ഈക്വൽ ടു ഡി ടി, ഡി എക്സ് ഈക്വൽ ടു ഡി ടി ബൈ 5. ഇൻറ്റഗ്രൽ 1 ബൈ 3 സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ഡി ടി ബൈ 5. 1/5 കോൺസ്റ്റൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ 1 ബൈ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഫോമാണ്. അപ്പം അതിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ടി, ടി ബൈ എ എന്ന് പറയുന്നത് 3 ആണ് ഇവിടെ. ഈ ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/5 സൈൻ ഇൻവേഴ്സ് 5x ബൈ 3 പ്ലസ് സി ആണ് ഇവിടുത്തെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇൻറ്റഗ്രൽ 3x ബൈ 1 പ്ലസ് 2x റേസ് ടു 4 ഡി എക്സ്. അപ്പോൾ ഡിനോമിനേറ്റർ കിടക്കുന്നതിന് നമുക്ക് 1 സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുന്നത് റൂട്ട് 2ൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാം. അപ്പം 1 പ്ലസ് റൂട്ട് 2 എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇനി ഇവിടെ റൂട്ട് 2 എക്സ് സ്ക്വയറിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് 2 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെത് 2x ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. അതായത് 2 റൂട്ട് 2 എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി. നമുക്ക് ക്വസ്റ്റ്യനിൽ 3x dx ആണ് ന്യൂമറേറ്റർ കിടക്കുന്നത്. 3 അവിടെ അതേപോലെ ഇടുക. എക്സ് ഡി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഡി ടി ബൈ 2 റൂട്ട് 2 എന്ന് കിട്ടും. ഇപ്പോൾ 3 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 3 അതേപോലെ എഴുതുന്നു. ഇൻറ്റഗ്രൽ 3 ബൈ 1 പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു ഡി ടി ബൈ 2 റൂട്ട് 2. ഈ കോൺസ്റ്റൻസ് എല്ലാം നമ്മൾ പുറത്തെടുക്കുന്നു. 3 ബൈ 2 റൂട്ട് 2 ഇൻറ്റു ഇൻറ്റഗ്രൽ 1 ബൈ 1 പ്ലസ് ടി സ്ക്വയർ ഡി ടി. അത് നമ്മൾ പഠിച്ച ഇൻറ്റഗ്രേഷൻ്റെ നല്ല ഈ ഫോമാണ്. ഇൻറ്റഗ്രൽ 1 ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് ടാൻ 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി എന്നാണ്. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് 1 എക്സിൻ്റെ സ്ഥാനത്ത് ടി ആണ് കിടക്കുന്നത്. അപ്പോൾ 3 ബൈ 2 റൂട്ട് 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ടി പ്ലസ് സി. ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തത് റൂട്ട് 2 എക്സ് സ്ക്വയറിനാണ് ടീന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ടിക്ക് പകരം റൂട്ട് 2 എക്സ് സ്ക്വയർ എന്ന് എഴുതുക. അപ്പോൾ 3 ബൈ 2 റൂട്ട് 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് റൂട്ട് 2 എക്സ് സ്ക്വയർ പ്ലസ് സി. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 1 മൈനസ് എക്സ് റേസ് ടു 6 ഡി എക്സ്. ഇവിടെ എക്സ് റേസ് ടു 6നെ നമുക്ക്
എക്സ് ക്യൂബ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഈ എക്സ് ക്യൂബിൽ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3x² dx എന്ന് പറയുന്നത് ഡി ടി ആണ്. നമുക്കിവിടെ x² dx ആണ്. അപ്പോൾ x² dx ഈക്വൽ ടു dt/3 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഈ ഫോം ആയിരിക്കും വരുന്നത്. ഇൻ്റഗ്രൽ 1/a² - x² dx ഫോമിലാണ്. അതെന്ന് പറയുന്നത് ഇൻ്റഗ്രൽ x² പകരം x² dxന് പകരം dt എന്നും dt/3 എന്നും 1 - x³ ദ ഹോൾ സ്ക്വയറിന് പകരം 1 - t² എന്നും. അപ്പം നമുക്ക് ആ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഫോം എന്താ? 1/2a log mod a + x/a - x. ഇവിടെ എക്ക് പകരം 1ഉം എക്സിന് പകരം ടിയും. അപ്പം 1/3 കോൺസ്റ്റന്റ് പുറത്തെടുക്കുന്നു ഇൻറ്റു 1/2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 1 log 1 + t/1 - t + c ഈക്വൽ ടു 1/6 log 1 + x³ - x³ + c. Question number 7. Integral x - 1/√x² - 1 dx. ഇവിടെ ഡിനോമിനേറ്റർ കിടക്കുന്നതിൻ്റെ ഡെറിവേറ്റീവ് ആണോ എന്ന് നോക്കുക. അപ്പോൾ ഡയറക്റ്റ് ഡെറിവേറ്റീവ് അല്ല. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഫംഗ്ഷനായിട്ട് ഇതിനെ മാറ്റാം. അതായത് x/√x² - 1 dx എന്നും ഇൻ്റഗ്രൽ 1/√x² - 1 dx. ഞാൻ അതിനെ I1 I2 ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് രണ്ട് രീതിയിൽ എടുത്ത് എഴുതിയത്. I1 ഈക്വൽ ടു ഇൻ്റഗ്രൽ x/√x² - 1 dx. ഇവിടെ റൂട്ടിനകത്ത് കിടക്കുന്ന ഫംഗ്ഷന് ഞാൻ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എക്സ് ഡി എക്സ് ഈക്വൽ ടു dt/2 നമുക്ക് കിട്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ഡി എക്സിന് പകരം dt/2 എന്നും √x² - 1ന് പകരം √t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/2 കോൺസ്റ്റന്റ് പുറത്തെടുത്തു. ഈ 1/√t dt എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ t⁻⁻⁻² dt ആണ്. അപ്പം അത് സോൾവ് ചെയ്യുന്ന നമുക്ക് കിട്ടും 2√2 എന്ന് വരും, √t എന്ന് വരും. 1/2 ഇൻറ്റു 2√t + c. ഇത് വരുന്നതെന്ന് വെച്ചാൽ t⁻⁻⁻² + 1/-1/-1 + 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2√t എന്നാണ്. അപ്പം 2 2 ക്യാൻസലായി. ടിക്ക് പകരം x² - 1 + c. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ കിട്ടി. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ I2 എന്ന് പറഞ്ഞെടുത്ത് എഴുതുക. 1/√x² - a². ഇത് ഡയറക്റ്റ് ആയിട്ട് കിടക്കുന്ന നമ്മൾ പഠിച്ചൊരു ഇക്വേഷനാണ്. എന്താണ്? x² - a² dx എന്ന് പറയുന്ന log x + √x² - 1 + c. ഇനി ആൻസർ എഴുതുമ്പോൾ രണ്ടും കൂടെ ചേർത്ത് എഴുതണം. I ഈക്വൽ ടു I1 - I2 ആണ്. അപ്പോൾ I ഈക്വൽ ടു √x² - 1 മൈനസ് log mod x + √x² - 1 + c. Question number 8. Integral x²/√x⁻⁶ + a⁶ dx. ഇവിടെ ഡിനോമിനേറ്ററിലുള്ള രണ്ട് ഫംഗ്ഷനെയും രണ്ട് സ്ക്വയേഴ്സ് ആയിട്ട് എഴുതുക. അതായത് x³ ദ ഹോൾ സ്ക്വയർ a³ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. x³ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3x² dx ഈക്വൽ ടു dt എന്ന് വരും. x² dx എന്ന് പറയുന്നത് dt/3 ആണ്. അപ്പോൾ x² dxന് പകരം dt/3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിനോമിനേറ്ററിൽ √t² + a³ ദ ഹോൾ സ്ക്വയർ. ഇത് ഏത് ഫോമാണ്? ഇൻ്റഗ്രൽ 1/√x² + a² ഫോം. ഇവിടെ എയുടെ സ്ഥാനത്ത് കിടക്കുന്നത് a³ ആണെന്നേ ഉള്ളൂ. ഇത് 1/3 കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്ന log t + √t² + a⁶ + c. ഇവിടെ ടിയുടെ പ്ലേസിൽ ഇവിടെ t² + a³ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ a⁶ എന്ന് വരുന്നത് 1/3 log mod x³ + √x⁻⁶ + a⁶ + c. Question number 9. Integral sec² x/√tan² x +
ഫോർ ഡി എക്സ്. ഇവിടെ ടാൻ എക്സിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സിക്സ് സ്ക്വയർ എക്സ്. അപ്പോൾ സിക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് വരും. ഇൻറ്റഗ്രൽ ഡി ടി ബൈ റൂട്ട് ടി സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ. അതായത് 4 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ ആണ്. ഡയറക്റ്റ് ഇൻറ്റഗ്രൽ 1 ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ്. അതായത് ലോഗ് മോഡ് ടി പ്ലസ് റൂട്ട് ടി സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് സി. ടിയുടെ പ്ലേസിൽ ടാൻ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് റൂട്ട് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 4 പ്ലസ് സി.